എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, വക്കീലെടുത്ത് ചോദിക്കാം. വക്കീൽ കുറച്ച് ഫ്രണ്ടിലോട്ട് വെക്കാമോ? മുമ്പോട്ട് വെക്കാമോ? കുറച്ചുകൂടെ ഫ്രണ്ടിൽ കയറിക്കാം. ഇപ്പോൾ ഞങ്ങൾ ഒരു കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എങ്കിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. സാധാരണ 1-2 വീഡിയോ ഇടുന്നതും ഇതുപോലെ സെലിബ്രിറ്റീസിനെ അത്തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ കറക്റ്റായിട്ട് തുടർച്ചയായിട്ട് 1-2 ആഴ്ചയായി തുടർച്ചയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരുടെ മനസ്സമാധാനം തകർക്കാനായിട്ട് കറക്റ്റായിട്ടൊരു സ്റ്റോക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ എപ്പിസോഡ് പോലെയാണ് ഇവർ ഒരു സൈബർ ബുള്ളിയിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ്. ഒരാൾ പരാതി കൊടുക്കുന്നതോ ആ പരാതിക്ക് നമ്മൾ നിയമപരമായി അഡ്രസ്സ് ചെയ്യുന്നതോ പോലെയല്ല ഇത്. ഇത്തരത്തിൽ ഓറലായിട്ട് വാചാലെ കുറേ ആരോപണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇന്നേ വരയ്ക്കും ഒരു പ്രോപ്പർ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാനോ ആ തരത്തിൽ മുന്നോട്ട് വരാനോ അവർക്ക് കഴിയാത്തത് ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ വക്കീൽ ഒരു നിയമ കാര്യമായി ബന്ധപ്പെടുന്ന അഭിഭാഷകരുടെ നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി അവർക്ക് തെളിവുകളില്ലാത്തതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനകത്ത് എന്തു പറയുന്നതും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത്. ഇവരുടെ കോപ്പിറൈറ്റുള്ള ചാനലിലെ വീഡിയോസ് എടുത്തുകൊണ്ട് ആ വീഡിയോസിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് പല യൂട്യൂബർമാരും അങ്ങനെയാണ് അത് വന്ന് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്തെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് റീപബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും പല വീഡിയോസ് നിങ്ങൾ കണ്ടാലറിയാം, പല രീതിയിലും വികൃതമാക്കിയും അവർ ഈ ബാലേനെയും കോകിലേനെയും എങ്ങനെയൊക്കെ ഹറാസ് ചെയ്യാമോ, സൊസൈറ്റിയുടെ മുമ്പിൽ തരം താഴ്ത്താമോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താണ് വീഡിയോസൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതെന്തും അവർക്ക് പറയാം. പക്ഷേ മറ്റൊരാളുടെ ജീവിത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റുന്ന രീതിയിൽ അവരഭിപ്രായം പറയുമ്പോഴാണ് അത് ശിക്ഷയ്ക്ക് അർഹമാവുന്നത്. അപ്പോൾ ബാലയും കോകിലയും ഇപ്പോൾ ബഹുമാനപ്പെട്ട കമ്മീഷണറെ കണ്ട് ബോധിപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വൈര്യമായ ജീവിതത്തിനും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്നതിന് അതിന് ഒരിക്കലും നിയമം കൂട്ടുനിൽക്കരുത്. ആ ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമാണ് ബാലയും കോകിലയും കമ്മീഷണറുടെ മുമ്പിലായിട്ട് വെച്ചിരിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ FIR എടുക്കും, കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് എല്ലാവർക്കും, അതായത് യൂട്യൂബ് ആരും ഉപയോഗിക്കരുതെന്നല്ല, എല്ലാവർക്കും ഒരു പാഠമായിരിക്കാൻ വേണ്ടിയാണ്. കാരണം ആർക്കും ആരെയും എന്തും എപ്പോൾ വേണമെങ്കിലും പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ആ ഒരു സാഹചര്യത്തിന് അതിപ്പോൾ ബാലയുടെ കേസിന് മാത്രമല്ല എല്ലാവരുടെയും കേസിൽ എല്ലാവർക്കും അത് ഒരു ഞങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞത് നമ്മുടെ നിയമവ്യവസ്ഥയിലെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇതിനൊരു തക്കതായ ഒരു ശിക്ഷയും അല്ലെങ്കിൽ ഒരു മാർഗം ഇതിൽ കണ്ടെത്തി കൊടുക്കണം. പ്രധാനമായിട്ട് അതെ, ഈ പരാതികളിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നത് അത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിഗത ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ വീഡിയോയും ഫോട്ടോസും അവർ സന്തോഷമായി അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് എടുത്തുകൊണ്ട് ഇവർക്ക് അത് വികൃതമാക്കിയിട്ട് പുറത്ത് കാണിക്കാനോ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ, ഇപ്പോൾ എല്ലാവരും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണല്ലോ കൂടുതൽ പറയുന്നത്. കോകിലയും ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ വന്നിട്ട് ബോഡി ഷേമിങ് ചെയ്യുക, വളരെ ചീത്ത രീതിയിൽ സംസാരിക്കുക, ഇതൊക്കെ അവരുടെ പബ്ലിക് പ്രൊഫൈലിലാണ് അവർ ഇടുന്നത്. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. എന്നിട്ട് ആ വ്യൂസിൽ നിന്ന് ഇവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായി ലഭിക്കുന്ന വരുമാനം തന്നെയാണ്. ഒരാളെ പക്ക ഡിഫെയിം ചെയ്തുകൊണ്ട് അൺലോഫുള്ളി ഗെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു നിയമം കൊണ്ട് തടയണം. ആരെങ്കിലും പരാതി കൊടുത്താൽ മാത്രമേ പോലീസിന് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷിക്കാൻ കഴിയുള്ളൂ. ആരെയും വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാനല്ല. പക്ഷേ ഇത്തരത്തിലൊരു രീതി നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്നുകൊണ്ട് കൊണ്ടുപോകാൻ പാടില്ല. പ്രത്യേകിച്ച് യൂട്യൂബിലെല്ലാം തന്നെ എല്ലാവർക്കും വരുമാനം ഉണ്ടാവാൻ വേണ്ടി ആരെപ്പറ്റിയും എന്തും പറയാമെന്നായാൽ നമുക്കൊന്നും ഒരാൾക്കും ജീവിതത്തിൽ പ്രൈവസി ഉണ്ടാവില്ല, സമാധാനപൂർവ്വം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര മാത്രമേ ഉള്ളൂ ഉദ്ദേശം. ഒരു കാര്യം കൂടെ പറയട്ടെ, അവർ പൈസ ഉണ്ടാക്കുന്ന കാര്യം പറയും. ഞാനും കോക്കിലയുടെ ഇഷ്ടപ്രകാരമാണ് அந்த യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയത്. ഒരു കുക്കിംഗ് ചാനലാണ്, വേറെ അതിലൊന്നും മോശമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും ഡിസ്കഷനോ ഒന്നും ഉണ്ടായിട്ടില്ല. അവരിപ്പോൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എത്ര നഷ്ടം? ഇപ്പം നഷ്ടമില്ല, ഞാൻ കേസ് കൊടുത്താൽ തിരിച്ചു തരുമോ? എനിക്ക് എൻ്റെ പേര് പോയി, എൻ്റെ കരിയറിലെ ബാഡ് നെയിം, സമുദായത്തിൽ സൊസൈറ്റിയിൽ നോക്കുമ്പോൾ ഞാൻ ഒരു റേപ്പിസ്റ്റ്. എന്നെ 19 വയസ്സ് താഴെ ഇരിക്കുന്ന പെണ്ണെയും 60 വയസ്സ് മേലെ അമ്മമാണ് എനിക്ക് സെക്ഷുവൽ പ്രയോറിറ്റി എന്ന് പറയുന്നു. എന്താ ഇത്? അസിംഗല്ലേ?
ഒരു അമ്മമ്മ പ്രായത്തിൽ ഒക്കെ എനിക്ക് സെക്ഷുവലി ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർ സംസാരിക്കുമോ? ഇല്ല മെൻ്റൽ പേഷ്യൻറ്റ് സംസാരിക്കുമോ? വേറെ ഒരു കാര്യം, എൻ്റെ വൈഫ് வந்து சொசைட்டியில் വയലൻസ് வருது ஃபஸ்ட்டு മനസ്സിലാക്കണം. அடுத்தவண்ட ஃபேமிலியில் കയറി പോകുമ്പോഴാണ് അവരുടെ പ്രൈവറ്റ് സ്പേസിൽ കയറി പോകുമ്പോൾ പർസണൽ ആവുന്നത് அந்த ഇഷ്യൂസ്. ഇപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്, നിയമപ്രകാരം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ എൻ്റെ ഭാര്യാവെ എടി വാടിയും പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ നടൻ ബാലവായിരിക്കില്ല, ന്യായം നോക്കില്ല, ചിലപ്പോൾ ഞാൻ ഇടിക്കേണ്ടി വരും. അത് ഞാനല്ല, നിങ്ങളായാലും ശരി. നിങ്ങളുടെ ഭാര്യാവെ കെട്ടിയ പോലെ എടി വാടീനെ ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ചവിട്ടി അടിക്കും. പക്ഷേ നമ്മളിപ്പോൾ നിയമപരമായിട്ട് പോയിരിക്കുന്നു വയലൻസ് വേണ്ടാന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു